ഇതാണ് ടോക്കിയോയിലെ സ്കൈ ട്രെയിൻ. ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ ടവറാണ്. ഏതായാലും ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. ഞാനും സുമേഷ് ചന്ദ്രനും വൈകയും നിസാമും. ഏതായാലും വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ സ്കൈ ട്രീയിലോട്ട് നടക്കുകയാണ്. ഏതായാലും മുകളിലോട്ട് കയറാൻ പോകല്ലേ. ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ സ്പോൺസർ ബിജു പാൾ. പേടിക്കണ്ട, ഇത് ലഞ്ചാണ് കേട്ടോ, നമ്മുടെ ഉച്ചഭക്ഷണം. ഓരോ ദിവസവും ഓരോ വ്യത്യസ്തമായ ജപ്പാൻ ഭക്ഷണങ്ങൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇനി വേറൊരു കഥ പറയാം. ഇത് ടോക്കിയോയിലെ മറ്റൊരു സ്ഥലത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. നമ്മുടെ നാട് പോലെ തന്നെ ആ റെസ്റ്റോറൻറ്റ് മുമ്പിൽ ആ ഹോട്ടലിൽ കിട്ടുന്ന ഭക്ഷണങ്ങളുടെ ഫോട്ടോ. പക്ഷെ ഫോട്ടോ മാത്രമല്ല കേട്ടോ, താഴെ അതിൻ്റെ മോഡൽസും ഉണ്ട്. പക്ഷേ ഈ മോഡൽസിന് ചെറിയ പ്രത്യേകതയുണ്ട്. ഈ മോഡൽസ് എല്ലാം ഒറിജിനലല്ല, പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒറിജിനലിനെ പോലും വെല്ലുന്ന പ്ലാസ്റ്റിക്. കണ്ട അതിൻ്റെ വിലയെല്ലാം കൃത്യമായിട്ട് അതിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തു, ഈ ഭക്ഷണം എന്താ താഴത്തേക്ക് വീഴാത്തതെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അയാൾ പറഞ്ഞു തരുന്നത്, ഇത് ഒറിജിനലല്ല, ഇത് താഴത്തേക്ക് പോകില്ല, പ്ലാസ്റ്റിക് ആണ്. ഇത് ക്യാബേജ് അല്ല കേട്ടോ, ക്യാബേജിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്, പ്ലാസ്റ്റിക് ക്യാബേജ്. ഇതാണ് ആ ഹോട്ടൽ. ആ റെസ്റ്റോറൻറ്റിനകത്തിരുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുന്നു. അതിൻ്റെ തൊട്ട് മുമ്പിൽ കൃത്യമായിട്ട് വിവരത്തോടുകൂടി ആ ഭക്ഷണങ്ങളുടെ മോഡൽസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ടോക്കിയോയുടെ നല്ലൊരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. അത്ര മനോഹരമായ കാഴ്ചയാണ്. ഇതാണ് സ്കൈ ട്രീയുടെ ഒരു ചിത്രം. ഇവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ടെലിവിഷനിൽ കാണുന്ന ഈ ചിത്രം കണ്ടോ? ഈ ചിത്രം നമ്മൾ ഈ ടവറിന്റെ മുകളിൽ നോക്കിയാൽ കാണുന്ന അതേ ചിത്രമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് താഴത്തേക്ക് നോക്കാം. ഇതാ മുകളിൽ നോക്കിയാൽ ടോക്കിയോയുടെ നടുവിലൂടെ വളരെ മനോഹരമായൊരു നദി ഒഴുകുന്നത്. ആഹാ, ഇത് കണ്ടോ? ഏകദേശം ഒരു 10,000-കണക്കിന് ആളുകൾ ഡെയിലി ഇവിടെ വന്നു പോകും. അത്ര രസമാണ് ഇതിന്റെ മുകളിൽ നോക്കിയാൽ. ഇതിന്റെ മുകളിൽ നമ്മൾ എത്ര നേരം ചെലവഴിച്ചാലും മതിയാവില്ല കേട്ടോ. ആ മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി. ഇതാണ് ടോക്കിയോയിലെ മെട്രോ റെയിൽവേ സ്റ്റേഷൻ. പുറമേ നോക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ വളരെ മനോഹരമായൊരു ഗ്രൗണ്ട്. ഇതിൻ്റെ ബേസ്മെന്റ് കാണണ്ടേ? ഇതാണ് ബേസ്മെന്റ്. ഈ ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. നമ്മുടെ നാട്ടിലേക്ക് ഒരു വലിയ മാളിന്റെ അത്രയും വലിപ്പമാണ്. ഇതിന്റെ തൊട്ട് താഴത്തെ നിലയാണ് കേട്ടോ നമ്മൾ ഈ നടക്കുന്നത്. പക്ഷേ ചില ഷോപ്പിംഗ് മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 6 നിലയോളം ബേസ്മെന്റ് ഉണ്ട്. അത്ര അഡ്വാൻസ്ഡ് ആണ് അവിടുത്തെ കൺസ്ട്രക്ഷൻ ഒക്കെ. ഒരുപാട് ദൂരം ഞങ്ങൾ നടന്നിട്ടും അതിൻ്റെ എൻഡ് കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ നടപ്പ് മടുത്തു. ഞങ്ങൾ തിരിച്ചു കണ്ടോ, മോൾ ഭാഗത്തൂടെ നടന്നു കഴിയുമ്പോൾ ഒന്നും അറിയുന്നില്ല. വളരെ മനോഹരമായ ഒരു ഗ്രൗണ്ട്. ആ മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി.
ഇനി ഇതാ മറ്റൊരു ഷോപ്പിംഗ് മാൾ. ഈ ഷോപ്പിംഗ് മാളിലെ കാർ പാർക്ക് ചെയ്യാനുള്ള ആ ബേസ്മെൻറ്റിലേക്ക് നമുക്ക് പോകാം. ഈ കാണുന്ന ബി ഇൻ എഴുതിയിരിക്കുന്ന അതിനകത്തേക്ക് കാറ് കയറ്റിയിടാം. IN ഇട്ടുണ്ട്, ഇൻ. അതിനകത്ത് കാറ് കയറ്റി കഴിഞ്ഞു ഞങ്ങൾ. അത് കഴിയുമ്പോൾ അതിൻ്റെ ഷട്ടർ അടയും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാ, ഇവിടെ നമ്മൾ അതിൻ്റെ നമ്പർ ഇതിനകത്ത് ഫീഡ് ചെയ്ത ശേഷം 180 സെക്കൻഡ് കഴിയുമ്പോൾ 3 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഇവിടെ കാറ് വരും. ഡ്രൈവർ വേണ്ട, മുകളിൽ പോയി പാർക്ക് ചെയ്ത് തിരിച്ചിവിടെ എത്തും. നമ്മളിതാ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 180 സെക്കൻഡ് കഴിയുമ്പോൾ അപ്പുറത്ത് പാർക്ക് ചെയ്തിരുന്ന കാറ് മുകളിൽ പോയി തന്നെത്താൻ പാർക്ക് ചെയ്തിട്ട് തന്നെത്താൻ തന്നെ അത് താഴത്തേക്ക് വരും. ഇതാ കാറ് അതിൻ്റെ ബേസ്മെൻറ്റോടുകൂടി നീങ്ങി നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ഡ്രൈവർ ഇല്ലാതെ തന്നെ മുകളിൽ പോയി പാർക്ക് ചെയ്ത് ആ കാറ് തിരിച്ച് നമ്മുടെ അടുത്തെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കാറിലോട്ട് കയറി നമുക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ പോകാം. പാർക്കിങ്ങിന് ഇത്രയും നല്ല സൗകര്യം വേറൊരു സ്ഥലത്തും ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേട്ടൻ ഞങ്ങൾക്ക് ട്രെയിനിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് ടിക്കറ്റ് കിട്ടി, പ്രസാദിന് ടിക്കറ്റ് കിട്ടി, വൈകയ്ക്ക് ടിക്കറ്റ് കിട്ടുന്നു. സുമേഷ് ചേട്ടന് അങ്ങനെ എല്ലാവർക്കും ടിക്കറ്റ് കിട്ടിയിരിക്കും. ഇതിൽ ടിക്കറ്റ് ഇടുക. അപ്പോൾ ഈ ടിക്കറ്റ് നമുക്ക് നേരെ ഇവിടെ വന്ന് കിട്ടും. കണ്ടോ, നമ്മൾ എടുക്കുക, നമ്മൾ നടന്നു കയറുന്നു. ഈ ടിക്കറ്റ് നമ്മളുടെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ നമുക്ക് തിരിച്ച് അവിടെ ഇറങ്ങണമെങ്കിലും ഈ ടിക്കറ്റ് ആവശ്യമാണ്. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ വന്നെത്തിയിരിക്കുന്നു.そこに座って正気様とにらめっこしていたんだ